എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് സാരിയുടെ ഷോളിൻ്റെ അറ്റത്ത് ചെയ്യാൻ പറ്റിയ ഒരു ക്രോഷേ ഡിസൈനാണ്. അതിന് ക്രോഷേ ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഹുക്ക് 1.0 mm ഹുക്ക്. ആദ്യം ഈ നൂലിൻ്റെ അറ്റത്ത് ഒരു കെട്ടിടണം. നൂലിങ്ങനെ റൗണ്ടിൽ ചുറ്റി ഹുക്ക് ഇങ്ങനെ കടത്തി വലിക്കുക. കെട്ടായി. ഈ നൂല് തുണിമ എങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. ഹുക്ക് ഇങ്ങനെ തുണിയുടെ ഉള്ളിൽ കൂടെ കടത്തി നൂലടക്കം ഇങ്ങോട്ട് എടുക്കുക. 2 ലൂപ്സ് കിട്ടും. ഹുക്ക് ഈ നൂലടക്കം ഈ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെയും കടത്തുക. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ. ഇനി ചെയിൻ ചെയ്യാം. ഹുക്ക് ഇങ്ങനെ ചരിച്ച് ഈ നൂലടക്കം ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. 1 ചെയിനായി. 2 3 4 5 6 7 8 9 10 ചെയിൻ ചെയ്യാം. ഇനി 3 ചെയിൻ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് 4ാമത്തെ ചെയിനിലാണ് ചെയ്യേണ്ടത്. 1 2 3 3 ചെയിൻ വിട്ടിട്ട് 4ാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷേ ചെയ്യാം. ഹുക്ക് ഇങ്ങനെ എടുത്ത് ഈ ചെയിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി നൂലടക്കം ഇങ്ങോട്ട് എടുക്കുക. 3 ലൂപ്സ് കിട്ടും. ഫസ്റ്റ് 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. വീണ്ടും 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ. ഇനി 2 ഡബിൾ ക്രോഷയും കൂടിയും ചെയ്യാം. ഈ സെയിം ചെയിനിൽ തന്നെ 2 3 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത ചെയിനിലും ഡബിൾ ക്രോഷേ ചെയ്യാം. ഹുക്ക് ഇങ്ങനെ കടത്തി ഈ നൂലടക്കം ഇങ്ങോട്ട് എടുക്കുക. ഫസ്റ്റ് ഈ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. വീണ്ടും ഈ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. അപ്പോൾ 1 ഡബിൾ ക്രോഷേ. 2 3 4. ഫസ്റ്റ് അത് ചെയ്ത ചെയിനിൽ 3 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുള്ളൂ. ഇതിൽ 4 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. അടുത്ത ചെയിനിലും 4 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4. അടുത്ത ചെയിനിലും 4 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4. അടുത്ത ചെയിനിലും 4 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4. ഇനി ഇതിങ്ങനെ വെച്ച് നോക്കുക. ഈ വരണ ഇവിടെ കണ്ടോ. ഇവിടെ ഈ ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ കണ്ടോ ഇതിങ്ങനെ കിട്ടും. ഒരു ചെയിനും കൂടി ചെയ്യാം. എന്നിട്ട് ഈ നൂല് കട്ട് ചെയ്യാം. കണ്ടോ ഇങ്ങനെ കിട്ടും. ഈ നൂല് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ വയ്ക്കുക. കണ്ടോ. ഇവിടെ നീളം കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ 3 ചെയിൻ എടുത്ത് 5 ചെയിനോ അങ്ങനെ കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി നീളത്തിൽ കിട്ടും. വീണ്ടും ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. ചെയിൻ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 ചെയിൻ ചെയ്തു. ഇനി 3 ചെയിൻ സ്കിപ്പ് ചെയ്യാം.
1 2 3 3 ചെയിൻ വിട്ടിട്ട് നാലാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 ഡബിൾ ക്രോഷേ ചെയ്ത് വരും. ഇനി അടുത്ത ചെയിനിൽ 4 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 അടുത്ത ചെയിനിലും 4 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 അടുത്ത ചെയിനിലും 4 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 കണ്ടോ? ഇപ്പം ഇങ്ങനെ കിട്ടും. ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ഇങ്ങനെ ചെയിനും കൂടി ഇട്ടിട്ട് നൂല് കട്ട് ചെയ്യും. കണ്ടോ? ഇങ്ങനെ കിട്ടും. ഇതേ കണ്ടോ? ഇങ്ങനെ കിട്ടും. ഇങ്ങനെ എത്ര വേണമെങ്കിൽ നീളത്തിൽ ചെയ്യാം. ചെയ്തു വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്